بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا عدتي عند كل شدتي ويا مجيبي عند كل دعوتي. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا نبي الله. انظر حالنا يا شفيع الله اسمع مقالنا يا خليل الله. الصلاة على النبي والسلام على الرسول الشفيع الأبطاعي والهادي بالعربي تلك والصلاة إننا نرجو إلى كأس حولك للآتاش يوم نشر كتابي يا سيدي غير النبي. الصلاة ഉള്ളാളം നാട്ടിലെ രാജരെ ഉദിമാതിയായുള്ള താരമേ ഏറെ പുകൾപ്പെട്ട ധീരരെ താജുൽ ഉലമയം താജരെ. അസ്സലാത്തു
ناداني പണ്ഡിതന്മാർ, മാന്യ രക്ഷകർത്താക്കൾ, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാർ, സ്നേഹനിധികളായ ഉമ്മ സഹോദരന്മാർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, നമ്മുടെ ഈ മഹത്തായ കാര്യം ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മഹത്തായി സ്വീകരിക്കുമാറാകട്ടെ. നാം ഇവിടെ കൂടിയതുപോലെ അവന്റെ ജന്നത്തിനായുമായ താജുലുലമാ ഉള്ളാളങ്ങളോടുകൂടെ നൂറുലുലമാ ഷംസുലുലമാന്റെ കൂടെ സാദാത്തുകളുടെയും കൂടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നിബിതങ്ങളെ വിശാലമായ ഒരു പ്രഭാഷണം നടത്താൻ ശാരീരികമായി വലിയ പ്രയാസമാണ്. സംഘാടകരുടെ കൂട്ടത്തിലെ എന്റെ സുഹൃത്തു കൂടിയാണ് മൻസൂർ മുസ്ലിയാരോട് കുറെ തവണ ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിർബന്ധമായ വരം അത്യാവശ്യമാണ്. അങ്ങനെ ഒരു നിർബന്ധ സാഹചര്യത്തിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഒരു മാസകാലത്തോളമായി ശബ്ദ തകരാറുകളും ഡോക്ടർമാർ ചുരുങ്ങിയവരായെങ്കിലും റെസ്റ്റ് എടുക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് മഹാനായ ഒന്നിനായ സുലൈമാൻ ഉസ്താദ്, ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ബുഖാരി, അല്ലാഹു അവരുടെ ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെ ഓരോരുത്തരോടെയും ആശീർവാദത്തോടെയും കൂടിയാണ് ഡോക്ടർമാർ പറഞ്ഞ വാക്കുകൾക്ക് വില കൊടുക്കുന്നത്. സംഘടനാപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. പോകാം, അത്യാവശ്യമാണ് എന്ന ഒരു മാർഗം സ്വീകരിച്ചുകൊണ്ടുമാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. നമുക്കിത് പൂർണ്ണമായ ആഫിയത്ത് നിലനിർത്തി പെരുമാറാകട്ടെ. ദീൻ പറയാനും കേൾക്കുവാനും അനുസരിക്കുവാനും നാഥനായ അല്ലാഹു നമ്മെ തുണക്കുമാറാകട്ടെ. ആമുഖം
നീട്ടിക്കൊണ്ടുപോകാതെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച SSF എന്ന മഹത്തായ സംഘടനയുടെ 25ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിക്കുന്ന പരിപാടികളിലെ ഒരു പരിപാടിയാണ്. അങ്ങനെ തന്നെ, അതായത് 24 കഴിഞ്ഞിട്ടാണല്ലോ 25. ഞാൻ പറഞ്ഞ 25ാം വാർഷികവുമായി ബന്ധപ്പെടുന്നതിന്റെ തുടക്കത്തിൽ നമ്മൾ നിർവഹിക്കുന്ന നല്ല ഒരു മജ്‌ലിസും ദുആ സമ്മേളനവുമാണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. അപ്പൊ മുറുകെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറെ വയല് പറഞ്ഞിട്ട് അത് എത്രത്തോളം പഠിക്കുമെന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ആയതുകൊണ്ട് നിങ്ങളെ ഒന്ന് വിഷമിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഭാഷ നിർത്താം. ഇൻഷാ അല്ലാഹ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുറിച്ചും നമ്മുടെ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും മാതാപിതാക്കളും രക്ഷാധികാരികളും ഉമ്മ സഹോദരന്മാർക്കും വിദ്യാർത്ഥികൾക്കും ഉസ്താദുമാർക്കും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ജീവിച്ചുകൊണ്ടിരിക്കും ഒരു വലിയ ദുരന്തം മദീനയുടെ പല ഭാഗങ്ങളിലും കാണാൻ കഴിയും. ഒന്നിലേറെ സത്യവിശ്വാസികൾ ആ ദുരന്തത്തിൽ മരണമടയാൻ കാരണമായി. മരണമടഞ്ഞ ആളുകളെ ജനാസ ഓരോന്നും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങളുടെ മുമ്പിലൂടെ കൊണ്ടുപോകുമ്പോൾ ജനാസ കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കുന്ന 1-2 ആളുകൾ കൊണ്ടുപോകുന്ന പയ്യത്തിനെ കുറിച്ച് ഓരോ കമന്റുകൾ രേഖപ്പെടുത്താറുണ്ട്. ഒരു മയ്യത്തിനെ കൊണ്ടുപോയപ്പോൾ കണ്ടു നിൽക്കുന്ന സ്വഹാബത്ത് പറഞ്ഞു അദ്ദേഹം നല്ല ഒരു മനുഷ്യനായിരുന്നു, ഒരാൾക്കും ശല്യമില്ലാതെ ദീനിയായി ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിയാണത് മരിച്ചുപോയത്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ എന്നൊരു ദുആ മഹാന്മാരായ സ്വഹാബികൾ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കുറക്കരുത് കേട്ടോ, സൗണ്ട് പറയരുത് കേട്ടോ, ചിരിയും കളിയും കളഞ്ഞു. മുഹമ്മദ് റസൂലുള്ളാഹി ബേജാറാണെന്നും വന്ന് എനിക്ക് സൗണ്ട് ഇല്ലാത്തോണ്ട് പറഞ്ഞു. 15,000 വാട്സല്ലേ പറഞ്ഞു, 15,000 എല്ലാം അല്ലെ, എന്റെ ബർക്കത്തൊന്നുമില്ല, ബർക്കത്തിനും കൂടാൻ. ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഈ സ്വഹാബികളെ കമന്റ് കേട്ട ഉടനെ നബി തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് കിട്ടേണ്ടത് കിട്ടി, നിർബന്ധമാകുന്നത് നിർബന്ധമാണ്. ഈ ഒരു കമന്റ് തിരിച്ച് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് കുറച്ചു സമയത്തിന് ശേഷം വേറെ ഒരു മയ്യത്തിനെ കൊണ്ടുപോകുന്നതിന് ദിനങ്ങൾ കണ്ടു. അപ്പോഴും നല്ലത് പറഞ്ഞു തരുന്ന അതേ സ്വഹാബത്ത് തന്നെ ഈ മയ്യത്തിനെ കുറിച്ച് രണ്ടാമത് കൊണ്ടുപോകുന്ന മയ്യത്തിനെ കുറിച്ച് മോശമായ ഒന്ന് രണ്ട് അഭിപ്രായങ്ങളായിരുന്നു. അദ്ദേഹം പോയത് എന്നോ കൊണ്ടാണ്, കുറച്ച് ലേറ്റായി പോകാൻ. സാധാരണ നമ്മളിൽ നിന്ന് പല ആളുകളും പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ആ മയ്യത്തിനെ കുറിച്ച് മോശമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത് കണ്ടപ്പോഴും മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് അതിനും മറുപടി നല്ലത് പറഞ്ഞപ്പോഴും മോശം ഞാൻ ഇപ്പൊന്നോ നാളെ ഞാൻ ഇപ്പൊ തന്നെ പോകും, ഇവരെ സുഖിപ്പിച്ചിരിക്കോളി, ഇവരെ നമുക്ക് ആവശ്യം. നമ്മളെ നേതാക്കന്മാർക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ. അതിന് മുമ്പ് നിങ്ങൾക്ക് കുറക്കാമി പറയാനുള്ള കുട്ടികളുടെ വേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് സ്വഹാബികൾക്ക് സ്വഹാബത്തെ കിറാമ് വന്ന നബി തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് എന്താണ് നിങ്ങൾ വജബത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നല്ലത് രേഖപ്പെടുത്തിയപ്പോൾ നിങ്ങൾ വജബത്തി എന്നല്ലേ പറഞ്ഞത്? മോശമായ അഭിപ്രായം പറഞ്ഞപ്പോൾ നിങ്ങൾ വജബത്തി എന്നല്ലേ പറഞ്ഞത്? ആ സമയത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആദ്യം നല്ലത് പറഞ്ഞാൽ വജബത്തു ലഹുൽ ജന്ന, അദ്ദേഹത്തിന് സ്വർഗമാണ് നിർബന്ധമായിട്ടുള്ളത്. രണ്ടാമത് നിങ്ങൾ മോശപ്രായം പറഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം വജബത്തു ലഹുൽ നാർ, അദ്ദേഹത്തിന് നരകമാണ് നിർബന്ധമായിട്ടുള്ളത്. ഈ ഹദീസ് ഞാൻ നമ്മൾ ഏത് കർമ്മങ്ങൾ ചെയ്താലും എത്ര വലിയ ഇബാദത്തിന്റെ ഉടമകളായാലും എത്ര വലിയ സുന്നത്തിയമാനത്തിന്റെ പ്രവർത്തകരായാലും ദീനിൽ ധൈര്യത്തോടെ ജീവിക്കുന്നവരായാലും സൃഷ്ടികളായ ആളുകളുടെ സമ്മതത്തോടുകൂടെ അല്ലാഹുവിന്റെ അടുക്കലുള്ള കബൂലിയത്തിന് ആവശ്യമാണ് എന്നത് ഈ ഹദീസ് നമുക്ക് വെളിച്ചം കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ ആരാധിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെടണം, മഹാന്മാരായ ഇമാമികൾ പറഞ്ഞതനുസരിക്കണം എന്നെല്ലാം ഉണ്ടെങ്കിലും നമ്മോട് ജീവിതത്തിൽ ഇടപെടലുകൾ ബന്ധപ്പെടുന്ന ആളുകളോടും അല്ലാഹുവിനോടുള്ള ബന്ധം നിലനിർത്തലോടുകൂടെ സൃഷ്ടികളോടുള്ള ബന്ധവും ഭദ്രമായിരിക്കണമെന്നത് പരിശുദ്ധമായി ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് കാണാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം, മഹാനായ മൈമൂൻ ഇബ്നു ബഹ്റാൻ റളിയല്ലാഹു അൻഹു വലിയ ഇമാമാണ്. ആ മൈമൂൻ ഇബ്നു ബഹ്റാൻ ഞങ്ങൾ പറയുന്നത് ചില കാര്യങ്ങൾ മുസ്ലിങ്ങൾ ചെയ്യുകയാണെങ്കിലും അവർ മുസ്ലിമിനോടും നിബിധങ്ങളെ പഠിപ്പിച്ചതാണ്. ബന്ധുക്കളോട് ബന്ധം പുലർത്തിക്കോളണം, അയൽവാസികളോട് അയൽവാസം പൂർണ്ണമായി നിലനിർത്തിക്കോളണം, ഉസ്താദുമാരോടുള്ള ഉസ്താദിയത്തെ നിലനിർത്തിക്കോളണം. ഓ എന്റെ മുത്തഅല്ലിമീങ്ങളെ, നിങ്ങളോട് ഞാൻ സാന്ദർഭികമായി ഒന്നും പറയട്ടെയോ? പാവപ്പെട്ട എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ കൂടുതലൊന്നും പഠിച്ചിട്ടില്ല, പഠിച്ചതൊന്നും എന്റെ ഓർമ്മയില്ല. പക്ഷേ എനിക്കറിയാം എന്റെ ഉസ്താദുമാരി, ആ ഉസ്താദുമാരുടെ അടുക്കൽ നിന്ന് ഞാൻ പോടാൻ തന്നെ അവരെ സമ്മതമില്ലാതെ ഒരു ഉസ്താദിനെയും ഞാൻ പൂർണ്ണമായി എന്ന് പഠിച്ചു. അതിലൊന്നും ബാക്കിയായി അത് നല്ലോണം കൽക്കി. രണ്ടാമത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഉസ്താദുമാരെ വിട്ടു. ഇത് രണ്ടുണ്ടായാൽ ഒരാൾക്ക് വലിയ അലിമാവാണ്.
കൂട്ടൂരുസ്ഥാനം കൂടുതൽ ഓടി. അത് ശരിക്കും ഉസ്താദിന്റെ ഓടി ആൾക്കാരില്ലല്ലോ എന്ന് എനിക്കറിയില്ല. കൂട്ടൂരുസ്ഥാനീശന്മാര് കൂട്ടൂരുസ്ഥാനത്ത് കിതാബ് കിതാബൊക്കെ നോക്കലുമില്ല. എന്നതൊക്കെ ഓടിയിട്ടില്ല. അത് ഉസ്താദ്മാരെ പോയി. ഇത് ഉസ്താദിന്റെ അഭിമുഖം വായിച്ച ആളുകൾക്കൊക്കെ മനസ്സിലാവും. ഞാൻ നിങ്ങളോട് പറയും, ഉസ്താദുമാരുള്ള ബഹുമാനം അത് നമ്മുടെ വിജയത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. അല്ലാഹു ഗുരുക്കന്മാരെ മുഴുവൻ നൽകട്ടെ. അത് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറായാലും അങ്ങനെ തന്നെ. ടീച്ചറായാലും ടീച്ചർമാരോട് സ്വർഗാവകാശികൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന 3 സ്വഭാവങ്ങളുണ്ട്. അതും മാന്യന്മാരിൽ നിന്നല്ലാതെ കാണാൻ കഴിയില്ല. മാന്യതയുള്ള മനുഷ്യരിൽ നിന്നല്ലാതെ കാണാൻ കഴിയില്ല. ഇങ്ങനത്തെ 3 സ്വഭാവങ്ങൾ ഹബീബായ നിബിതങ്ങൾ എണ്ണി പറയുകയാണ്. ഏതാണ് ആ ഒരു സ്വഭാവം അറിയോ? അൽ-ഇഹ്സാനു ഇലൽ മുസ്ലിം. ഇങ്ങോട്ട് തിന്മ ചെയ്യുന്ന ആളുകളോട് അങ്ങോട്ട് നന്മ ചെയ്യണം. അൽ-ഇഹ്സാനു ഇലൽ മുസ്ലിം. ഇങ്ങോട്ട് തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങോട്ട് നന്മ ചെയ്യണം. നമ്മളൊരു പരിപാടി സംഘടിപ്പിച്ച് നോക്കുമ്പോൾ ഡീറ്റെയിൽ വെച്ചപ്പോൾ എക്സ്പോർട്ടിനൊക്കെ ഡൈഡ് അത് പൊതുവെ SSF പരിപാലിച്ചുകൊണ്ട് അല്ലാഹു സലാമത്താക്കി തരട്ടെ. പക്ഷെ അതിന്റെ പേരിൽ ഇന്നേ വരെ ലോകത്തുനിന്ന് ഞാൻ മനഃപൂർവ്വം പറയും, എവിടൊക്കെ SSFന്റെ മക്കളുണ്ടോ ഇതുവരെ ഞങ്ങളാരും ഒരു സ്ഥലത്തിലും ബ്ലേഡ് വെച്ച് ജീവിതത്തിൽ ഞങ്ങളെ വരുന്നില്ല. അൽ ഇഹ്സാനു ഇലൽ മുസ്ലിം. നിങ്ങൾ എന്ത് കാണിക്കും, നിങ്ങൾ നമ്മളെ തല്ലിക്കും, നമ്മളെ കൊള്ളും. അവങ്ങൾ വേണ്ടി നമ്മൾ തല്ലാൻ ചൊല്ലി കയ്യില്ല. അങ്ങനെ തോന്നല ലോൺ തല്ലാൻ പറ്റിയ കയ്യും കാലൊക്കെ. പക്ഷെ ഞങ്ങൾക്കൊരു നേതൃത്വം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നിമിതങ്ങളിലേക്ക് എത്തുന്ന പരമ്പരയുള്ള നേതൃത്വം. ആ നേതൃത്വത്തിന് അറിയാം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. അത് ചിലപ്പോൾ വോട്ടിങ്ങിലൂടെ ആയിരിക്കും പ്രതികരണം, ചിലപ്പോൾ മാർച്ച് നടത്തിയിട്ടായിരിക്കും പ്രതികരണം. SSFകാര് മാർച്ച് നടത്തുകയാണെങ്കിൽ ഒരു ചീടും തകർക്കപ്പെടില്ല, ഒരു ബസ്സും കത്തിക്കില്ല, ഒരു ബസ്സിനെ തടുത്തു നിർത്തില്ല, ഒരു ഓഫീസും ഞങ്ങളെ തല്ലി തകർക്കുക തെളിയിക്കാൻ കഴിയില്ല. ഞങ്ങളെ മാർച്ച് മറ്റുള്ള മുഴുവൻ ആളുകൾക്കും മാർഗദർശനമായി അൽ-ഇഹ്സാനു ഇലൽ മുസ്ലിം. ഇങ്ങോട്ട് തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങോട്ട് നന്മ ചെയ്യുക. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അത് സ്വർഗാവകാശികൾ അടയാളം. വെറുതെയല്ല. വടകര മമ്പതാദിത്തങ്ങള് SSFകാർ ഓർത്ത് നിൽക്കുന്ന SSFകാർ യഥാർത്ഥ SSFകാരൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട വടകര തങ്ങൾ പറഞ്ഞത് ഈ അടയാളം കാര്യമാണ്. അൽ-ഇഹ്സാനു ഇലൽ മുസ്ലിം. ഇങ്ങോട്ട് നന്മ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങോട്ട് നന്മ ചെയ്യുക. രണ്ടാമതോ ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നിബിതങ്ങൾ പറയുന്നു, ഇങ്ങോട്ട് ആക്രമിക്കുന്ന ആളുകൾ അങ്ങോട്ട് മാപ്പ് ചെയ്തു കൊടുക്കുക. ഇങ്ങോട്ട് ആക്രമിക്കുന്ന ആളുകൾക്ക് അങ്ങോട്ട് മാപ്പ് ചെയ്തു കൊടുക്കുക. ഇതും ഒരു സ്വർഗാവകാശിയുടെ അടയാളം. ആ പെൺമക്കളെയെല്ലാം ആ പെൺകുട്ടികളെയെല്ലാം കെട്ടിച്ചുകൊണ്ടേണ്ടത് ആങ്ങളെയായി ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിനാണെങ്കിലോ ഡിസ്ട്രി ചെറിയ കമ്പനി, പണിക്കൊന്നും പൂർണ്ണമായി പോകാൻ പറ്റും. ഇങ്ങനെ ഒരു വിഷമം അനുഭവിക്കുന്ന കണ്ണീര് കുടിക്കുന്ന കുടുംബത്തെ കണ്ടപ്പോ കുറെ സമ്മേളനം നടത്തുന്നു. അത് മാത്രം ഒതുക്കരുതല്ലോ നമ്മൾ 25ാം വാർഷികം എന്ന നല്ല ഒരു ജീവിതത്തോടുകൂടെ നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾ, മുതിർന്ന രക്ഷിതാക്കളൊക്കെ നല്ലൊരു വീട് നിർമ്മിക്കാൻ അവസരം കൊടുക്കുന്നുണ്ടല്ലോ. ആരൊക്കെ ഞങ്ങളോടതുമായി സഹകരിക്കുന്നു? മുഴുവൻ ആളുകൾക്ക് സ്വർഗത്തിൽ നല്ല ഒരു വീട് ചെറിയൊരു അമൗണ്ട് ഉള്ളൂ. നമ്മളെല്ലാം കൂടി ഓരോ ലക്ഷം ഉൾപ്പെടുത്താൻ തീരും, സംഭവം തീരും.
7 ലക്ഷം റുപ്യന്റെ ഒരു പദ്ധതിയാണ് വീടിന്. അല്ലാഹുവേ നീ അത് പൂർത്തീകരിച്ചു തരണേ റഹ്മാൻ. ഞാൻ കൂടുതലൊന്നും പറയാം. ആ 1 ലക്ഷം റുപ്യ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളെല്ലാരും കൂടി തരികയാണെങ്കിൽ ഞാൻ ചോദിച്ചോളാം. ഒരു വിഹിതം എന്റെ ബാക്കി നിങ്ങൾ തന്ന എന്റെ വകി കേട്ടോ. ഏതായാലും മൻസൂറിന് തോന്നുന്നു ഞാൻ ഒന്നും ഓനെ കൊണ്ടാണ് ഞാൻ ഈ വച്ചുണ്ടാക്കാൻ പറഞ്ഞത്. ഓലെ ബെർസ നിൽക്കുന്ന ഇടയിൽ അൽസൂര ബാംഗ്ലൂർ. 1 മാസം ഞാൻ ആ പള്ളിയിലെ ഖത്തീബായി നോമ്പിന് മാത്രം നിന്നു. ആ ഒരു നൃത്തത്തോടുകൂടെ അവളുള്ള കുട്ടികൾ കുടിക്കുന്നിടത്തൊക്കെ ഇപ്പൊ പോണ്ട പോലെ അള്ളാഹു അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് നാഫിയായിരുന്നു. അവിടെ ഇങ്ങനെ വിചാരിച്ചമായിരുന്നല്ല. ഞാനവിടെ പോയിട്ട് 1 മാസം ഓല കോളേജിൽ പോയിട്ട് ഞാൻ മുണ്ടലെന്നല്ല, ആരോടൊന്നും ബന്ധമില്ല. അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഞാൻ സൂഫിയായതുകൊണ്ട് സൂഫിയായിട്ടൊന്നല്ല. ആ കമ്പൗണ്ടുകൾ കയറിച്ചത് ഈ കുട്ടികൾ ഇംഗ്ലീഷേ പറയുള്ളൂ. ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി ഇവരിഞ്ഞ് തോൽപ്പിക്കണേ ശരിയല്ല. ആ കമ്പൗണ്ടുകൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷേ പറയും. ഞാൻ എന്ത് ചെയ്ത് പോലീസ് തെറ്റെന്താന്ന് വെച്ചാൽ ഞാൻ മുണ്ടാണ്ടേ 1 മാസം. അന്നാണ് ഞാൻ വർത്താനം പറയാത്ത മാസം ഉണ്ടായത്. അള്ളാഹ് അവിടെ പഠിക്കണ കുട്ടികൾക്ക് നല്ല ആദ്യമായി കൊടുക്കട്ടെ. അത് ഞാൻ വരുമ്പോ അന്ന് അവിടെ 75, 100ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ എത്ര കുട്ടികൾ പഠിക്കുന്നത് എനിക്കറിയില്ല. 3 കൊല്ലം മുമ്പാണ് അവിടെ കാതറാജ്. ഞാനൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ബാംഗ്ലൂരിലെ എപ്പിസ്റ്റാളാണ്. അപ്പൊ എനിക്ക് ഇൽമില്ലെങ്കിലും നല്ല നോളജ് വിദ്യാഭ്യാസമുള്ള ആളാണ്. നമ്മളെ ദീനിയായ ജ്ഞാനം കുറവാണെങ്കിലും മറ്റുള്ളവരൊക്കെ നല്ല ആളാണ്. 10 വലിയ മുതൽ പുരുഷൻ അയാളെ മുതൽ മുഴുവൻ ഈ കളച്ചേർന്ന് തുണി മുമ്പായ കുട്ടികളെ പഠനവും ബിൽഡിംഗ് ഒക്കെ ഇയാളെ 1 ഉറുപ്പിക പുറത്തുനിന്ന് തിരിച്ചടിയില്ല. ഒരൊറ്റ ഹാജിരാൻ നടത്തണം. അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു. അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഇദ്ദേഹത്തെ മാറ്റിമറിച്ച് ഒരു ദീനിനോട് കൂറുള്ള കാന്തൂരമുള്ള ആദരവുള്ള ഒരു വ്യക്തിയാക്കിയത് ഇദ്ദേഹത്തിന്റെ മരണത്തിൽ. ഇപ്പോ മറക്കത്തിന്റെ വൈസരസരായി അദ്ദേഹത്തെ അള്ളാഹു ഗുരുവായി സാധിക്കണേ. ആഫിയത്ത് നൽകണേ. ഇൻഷാ അല്ലാഹ് നമുക്കിപ്പോ കാതറാജിന്റെ കാര്യം ചെയ്യാൻ പറ്റും. പരിശുദ്ധ റമളാനാ വരുന്നത്. റമളാനിലെ ആദ്യത്തെ 10 തീരുന്നതിന് 1000 തരുന്ന വിശ്വാസത്തിൽ ഞാൻ ചോദിക്കുന്നു. 1000 ഉസ്താദെ ആ വീടിന് കൂടെ പേരും കള്ളാസ് എടുത്തോളി. 2 തലാട്ടനെല്ലാം വേർത്തോളി. പേരും കള്ളാസ് 2 മലക്കുകളുണ്ട്. ഇറങ്ങട്ടെ 2 3 എടുത്താ മുഹമ്മദ് അള്ളാഹ് ആഫിയത്ത് കൊടുക്കും. വിഷമങ്ങളൊക്കെ മാറ്റി പഠിച്ചോളെ ആദ്യമീടെ പൊരുത്തം നൽകണേ. മക്കളെ കൊണ്ട് ദുനിയാവാഹനം വിളിച്ച മക്കൾ മുഹമ്മദ്. ഇനി രണ്ടാമത്തത് ഒരു ചെറുപ്പക്കാരൻ. രണ്ടാമത്തെ ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ സ്വീകരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. എന്റെ മോന്തായ 1 ഉറുപ്പിക ഒരാൾ കൊടുക്കൂല. പൂർണ്ണ ഉറപ്പാണ്. കാരണം എന്നെ കുറിച്ച് എനിക്കറിയാം. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ചുകൂടി മുഅ്മിനീങ്ങൾ ആമീനാണോ പ്രതീക്ഷ. നിങ്ങളെ ഒരാമീനും റഹ്മത്തിന്റെ മലക്കിന് ഏതെങ്കിലും ഒരു മലക്കിന്റെ ആമീനും ചേർന്ന് വന്നാൽ നമ്മളെ ദുആ മുഴുവനും കബൂലാകൂല. നിബിതങ്ങളെ പുരുഷന്മാർ രോഗക്കാരനെ മുഹമ്മദ്. മൂന്നാമത് അജരൊക്കെ ഞാൻ 5000 വിചാരിച്ചായിക്കോട്ടെ. 1000 പിന്നെ തന്നോളി. അമ്മ കബൂലാകൂല. 5000 ആയിക്കോട്ടെ. അജര് പറഞ്ഞ മതി. അല്ല അജര് നമുക്ക് ഒരാളെ പൊരുത്തം വിട്ടാണ്. അത് 1 മതി. ഇപ്പൊ 1 ബാക്കി 4 പിന്നെ വിട്ടാൽ മതി. 3 ആളായില്ലേ. ഇതാ പറഞ്ഞ സ്പീഡില്ല ആളായ ഇവിടെ 2000 സ്വീകരിക്കട്ടെ. ഇബ്രാഹിം സാരി 10,000.
റഹീം സാരി ഈ ഉസ്താദ് ഗൾഫുകാരനാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത പോക്കിൽ ഇഞ്ഞൊന്ന് കൊണ്ടേക്കണേ ഒരു വിസിറ്റിന്. അത് നിങ്ങൾക്ക് രണ്ടെണ്ണം പങ്കെടുത്ത് എന്തോരാണ് പറയാത്ത ഇങ്ങനെ കൊണ്ടുപോകാനുള്ള പലരും ദേഷ്യം. നിങ്ങൾക്ക് ഞാനത് കേൾക്കണ്ടേ? ഉള്ളവരുടെ സേവനം സ്വീകരിക്കണം. ഇസ്മായിൽ മുസ്ലിം ഒരു 10,000 മുമ്പ് സ്വീകരിക്കുന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഇത് ഞങ്ങളുടെ പൂർത്തം അവരുടെ കുടുംബത്തിനും മക്കൾക്കും താജുകളുടെ കാലം നൽകി അല്ലാഹു സയ്യിദുനാ മുഹമ്മദ് ബഷീർ അതിന് നിങ്ങൾക്ക് പൈസ അല്ലെങ്കിൽ ആമീൻ പറയാം. ഞാളെ കണ്ണുങ്ങളെ പൈസ എന്നിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ചുണ്ടൽക്കണമാക്കി അവിടുന്ന് ആമീൻ ഉത്തരം കിട്ടാൻ ഉറക്കാമീൻ പറയണ കുട്ടിയെ കൊടുക്കല്ലോ അല്ലോ കണ്ണൂരിലൊന്നും കൊടുക്കല്ലോ അല്ലോ മുഹമ്മദ് മരിച്ചുപോയ ബാപ്പാക്ക് വേണ്ടി വേർക്കാൻ അസ്ലം എന്നുള്ള സഹോദരായ പെട്ടെന്ന് മരണം കൊണ്ടുപോയി അള്ളാഹു കബറിൽ സന്തോഷത്തിലാക്കണേ അല്ലാഹ് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ് മർഹമത്ത് നൽകണേ അല്ലാഹ് നാളെ ബാപ്പാനെ കയ്യും പിടിച്ച് നിരിതങ്ങളെ മുമ്പിലേക്ക് എല്ലാം അവർക്കും ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ് സയ്യിദുനാ മുഹമ്മദ് ബാപ്പായുടെ അസുഖം മാറാൻ വേണ്ടി ഈയാണ് ഷാഫിയായ റബ്ബിനെ ശിഫ നൽകണേ അല്ലാഹ് ആരും SYS എന്ന പ്രവർത്തകരെല്ലാം കൂടി കൂടിയിട്ട് SSF SYS കൂടിയിട്ട് ഒരു 10,000 സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അല്ലാഹു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി മനസ്സൊന്ന് കിട്ടിയതാണ്. അതാ നിങ്ങൾ നോക്കി പഠിപ്പിക്കട്ടെ കൊണ്ടുവന്നോളൂ കേട്ടോ. പിന്നെ മൂന്ന് ഇറങ്ങിയ ഒന്നും മുട്ടുങ്ങാണ്ട് നമുക്ക് തട്ടിപ്പോ വേറെ എണ്ണം വണ്ടി കിട്ടി നീരക്കല്ലേ എന്നെ ഉസ്താമാർക്ക് കൊടുക്കാന്നല്ല ഏപ്പിട്ട് നീ മുതൽ അത് നമുക്ക് തരാം. ഇബ്രാഹിം കാക്ക 1000 അള്ള സ്വീകരിക്കട്ടെ. ഓല വളരെ 5000 അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി അയക്കാൻ ഗാനം സാഹിത്യ സമാജത്തിന്റെ കീഴിൽ 1000 കബൂലാകൽ അപ്പഞ്ഞു പറഞ്ഞു ഇനി 300 ഒരു 5 മിനിറ്റ് നീ ചെന്നാണ് 5 മിനിറ്റ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ അടച്ചറപ്പേ ഞങ്ങളിങ്ങോട്ടും നടന്നു വന്നതും വിളയുന്നതും വയലു പറഞ്ഞതും എല്ലാം ഒഴിവാദത്തികളാകണമല്ലോ. ഞങ്ങളാരെയും മഹാരാജോകരോട് കിടക്കല്ലോ. 3 വയസ്സുകാരി 2 വൃത്തിയും കേടാകുവോരോ ഇല്ലവോ ഇന്നലെ പോലെ 6 മാസം ജീവിതങ്ങളും നീയെന്ന് വിളിക്കണം. അവിടെ കവിൾക്കൊരു ചുമനം കൊടുക്കണം. കെട്ടിയെന്ന് വിളിക്കണം. ചുടുചൊല്ലം കൊടുത്ത് ആരെങ്കിലും ചെയ്യണം. ഞങ്ങളെ ഈ ഗുരുദാതിന് കാരണമാണ് ഈ കാരണമാണ് മരിച്ചുപോയ ഒപ്പത്തെ എന്റെ ഉപ്പയടവടം ആരൊക്കെ ഞങ്ങളെ കബറി വെച്ചു പോന്നോ. مغفرة ورحمة يا رحمن ربنا عليك توكلنا وإليك أنبنا. اللهم بارك لنا
വസിയത്ത് നടത്തുന്നു. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله. അൽഹംദുലില്ലാഹ്. നല്ല സാരവത്തായ ഉപദേശം ബഹുമാനപ്പെട്ട ഷാക്കിർ ബോക്കൽ ഉസ്താദുകൾ അഭിനന്ദനാണ്. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ മജ്‌ലിസിൽ ഒരു ടൈലറിംഗ് മിഷൻ പി കെ അബ്ദുറഹ്മാൻ അഡ്ഡൂർ കൊടുക്കുകയായിട്ട് അഹമ്മദ് സെന്റർ പ്രസിഡന്റ് ബഷീർ അഹമ്മദ് ഖാനാർ, അതുപോലെ ബഹുമാനപ്പെട്ട ഷാക്കിർ ബോക്കൽ ഉസ്താദ് കൊടുക്കും. എടുത്തുള്ളതിനായിട്ട് അബ്ദുറഹ്മാൻ അഡ്ഡൂരെ വിളിച്ചു. وسيدنا ومنجينا وهادينا وقرة أعيننا وقطعة قلبنا مصطفى محمد صلى الله عليه وسلم العزيز وإلى حضرته أبي عبد الله محمد الرسول قدس الله العزيز.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഷ്കി മഹാരാജാവേ തന്നോട് ഹൃദയമില്ല